പെട്ടെന്ന് ഗുരുവായൂരിൽ നിന്ന് ഒരു നമ്പർ ഈ ഗ്രൂപ്പിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും ഈ വോയിസ് മെസ്സേജ് കൊണ്ട് കിട്ടുന്ന ഗുണത്തെപ്പറ്റിയൊക്കെ ഒരു ഫോണിൽ വിളിച്ചപ്പോൾ കട്ടായിപ്പോയി. അപ്പോൾ എൻ്റെ സ്പീച്ച് എനിക്ക് അവിടെ വെച്ച് നിർത്തേണ്ടി വന്നു. ഐ ആം കണ്ടിന്യൂ നിർത്താൻ പോവാണ്. കുറേ നേരം സംസാരിച്ചു. അപ്പോൾ കഠിനമായിട്ടുള്ളൊരു അധ്വാനം ഇല്ലാതെ, കഠിനമായിട്ടുള്ള പ്രയത്നമില്ലാതെ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ക്ഷമാവാനാവാനും വിട്ടുവീഴ്ച ചെയ്യാനും ഉള്ള മനോഭാവം നമ്മൾ ഉണ്ടാവണമെങ്കിലും, അതുപോലെ മിസ്മാനേജബിലിറ്റി ഞാൻ പറഞ്ഞില്ലേ, പണം കൊണ്ട് പണ്ട് മാർക്കറ്റിൽ പോയാൽ തോന്നുന്ന വിലയ്ക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ അത് വാങ്ങിക്കൊണ്ട്, ഇന്ന് ഞാൻ വില അന്വേഷിക്കും. എനിക്ക് വേണമെങ്കിൽ മാത്രം ഞാനത് അത്യാവശ്യം ഉണ്ടെങ്കിൽ വാങ്ങുള്ളൂ. അതും ഇന്ന് വീക്കിലി ഓർ 10 ദിവസം കൂടുമ്പോഴൊക്കെ. അങ്ങനെ പണ്ടതല്ല. പണ്ട് എനിക്ക് തോന്നിയ കാര്യം, പക്ഷേ ചിലപ്പോൾ ആ മത്സ്യം വീട്ടിലെത്തുമ്പോഴേക്ക് ചീഞ്ഞ് നാറി വണ്ടിയുടെ ഡിക്കുന്നൊക്കെ നാറ്റം വന്നിട്ടുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അന്നത്തെ കാലം ഇന്നത്തെ കാലം വിലയിരുത്തുമ്പോൾ ഒരുപാട് ഞാനതിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ളൊരു ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ പോവാണ്. ഞങ്ങൾക്ക് ഈ നോമ്പിന് മുമ്പൊക്കെ ഞങ്ങളുടെ വീടുകളിൽ ഈ പൊടി ഉണ്ടാക്കും. അതായത് അരിപ്പൊടി, പത്തിരി ഉണ്ടാക്കാൻ. ഞങ്ങളുടെ ഈ നോമ്പ് തുറക്കമൊക്കെ കാര്യമായിട്ടുള്ളത് നിങ്ങൾ പലരും അത് കഴിച്ചിട്ടുണ്ടാവും. പത്തിരിയും പിന്നെ ചിക്കൻ കറിയും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അന്നൊന്നും അങ്ങനെ മില്ലുകളൊന്നുമില്ല. ഇപ്പോൾ 23 വർഷമായില്ല ഞാൻ സുബോധവനമായിട്ട്. ഒരു 26 വർഷങ്ങൾക്ക് എൻ്റെ കുടിയുടെ കാഠിന്യം നടക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ ഒരു 10-20 കിലോ അരി അതുകൊണ്ട് പൊടിപ്പിച്ച്, പിന്നെ അത് അരിച്ച് പൊടിയാക്കി വറുത്ത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ പിന്നെ ഉണക്കാൻ വേണ്ടി ഇട്ട് അവൾ വേർത്ത് കുളിച്ചിരിക്കുന്നത് എനിക്ക് ശരിക്കും കാണാം. വന്ന് ഞാൻ ബെല്ലടിച്ചു, വാതിൽ തുറന്നില്ല. കാരണം ഷീ വാസ് ഡൂയിങ് ഹർ ഡ്യൂട്ടി. അവൾ അത്രയും രാവിലെ തൊട്ട് കഠിന പ്രയത്നമാണ്. ഞാൻ ചെയ്ത പ്രവൃത്തി ശരിക്കും പറഞ്ഞാൽ ഒരു ചെകുത്താൻ്റെ പ്രവൃത്തി. അതാണ് തിന്മയുടെ മാതാവ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളതിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ, വീട്ടിൻ്റെ അടുത്ത് എന്തോ പണിക്ക് വച്ചിരുന്ന പൂഴി വാരി കൊടുത്തിട്ട് ഇതിനകത്ത് അങ്ങ് വെതറി. നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിൻ്റെ ഒരു വേദന. പക്ഷേ അവർക്ക് കുറച്ച് ആത്മീയ ബലമുള്ളത് കൊണ്ടും, വേറെ വല്ല സ്ത്രീകളാണെങ്കിൽ സത്യത്തിൽ എന്നെ എന്തെങ്കിലും ചെയ്യും. എത്ര വേദന അവർക്കുണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവരോടുള്ള വിദ്വേഷം തീർക്കാൻ അവർക്ക് ചെറുതരത്തിലുള്ള ഗാർഡനിങ് ഇഷ്ടമാണ്. ഇപ്പോഴും വീട്ടിലുള്ള പലയിടത്തും ചെടികൾ പൈസ കൊടുത്തൊന്നും മേടിക്കുന്നൊന്നുമല്ല. അടുത്ത ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കൂടെ ഞങ്ങൾ എൻ്റെ കസിൻസിൻ്റെ വീട്ടിലും അവിടെയൊക്കെ പോയി വന്നപ്പോൾ ആ കിട്ടുന്ന ചോദിച്ച് വാങ്ങി അവൾ കൊടുന്ന് നട്ട് നനച്ചുണ്ടാക്കിയ ഒരു ചെറിയ ഗാർഡൻ വീട്ടിൻ്റെ മുമ്പിലുണ്ട്. അന്ന് ഞാൻ ചെയ്യാൻ എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അവൾക്ക് അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ആ ചെടികൾ മെല്ലെ ഒന്ന് പറിച്ചിട്ട് അവിടെ തന്നെ വെക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര പ്രയത്നിച്ചിട്ടാണ് ഒരു ചെടി വളർത്തുന്നത്. അത് പറിക്കുക, എന്നിട്ട് അവിടെ തന്നെ വെക്കുക. ഇതൊക്കെ നമ്മൾ പറയില്ലേ, ശരിക്കും മനസ്സിന് കുഷ്ഠം വന്ന ആ ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു കുടിയൻ്റെ അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ. അതിൽ നിന്ന് ഇന്ന് മുക്തി നേടി, എന്താ പറഞ്ഞ മാതിരി ഫെലോഷിപ്പിലൂടെ 12 പടികളിലൂടെ, അതുപോലെ തന്നെ 7 പാരമ്പര്യങ്ങൾ ശരിക്കും അത് കുടുംബത്തിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടുംബത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതൊക്കെ വളരെ വളരെ ഗുണകരമാണ്. അതിന് പ്രവർത്തിക്കണം. പ്രവർത്തിക്കാതെ നമുക്ക് പറഞ്ഞ മാതിരി പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രവൃത്തിയില്ലാത്ത ദൈവവിശ്വാസം പറഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്ന് ശാന്തനായി, എന്താ പറഞ്ഞാൽ എൻ്റെ ചെറുമക്കൾ 10 പേര് എനിക്കിപ്പോൾ മക്കളുടെ മക്കളുണ്ട്. അതിൽ മൂത്തവർക്ക് 2 പേർക്ക് 18 വയസ്സായി, ഏറ്റവും ചെറിയ കുട്ടിക്ക് 2.5 വയസ്സുമായി. വളരെ ശാന്തനായി ഞാൻ അവരുടെ തിരക്കിലും ബഹളത്തിനൊക്കെ ഇടയിൽ ഒരു കസേരയിട്ട് ഞാൻ അതിനങ്ങനെ നിരീക്ഷിക്കും. പണ്ട് എനിക്ക് ശരിക്കും സൗണ്ട് അലർജി ഉണ്ടായിരുന്നു. വീട്ടിൽ ആരെങ്കിലും ഒച്ചയിട്ട് സംസാരിക്കുമ്പോൾ ശരിക്കും എനിക്ക് പിന്നെടുത്ത് കുത്തുന്ന വേദനയായിരുന്നു. ഇന്ന് അതൊക്കെ വിട്ടു. എന്താ പറഞ്ഞ മാതിരി ഞാൻ അതങ്ങനെ നോക്കിയിരിക്കും. അടുത്ത മുറിയിൽ ഇവിടെ
മക്കളും ഒക്കെ കൂടി അതിനകത്ത് എനിക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരുന്നാൽ കാണാം ഇവരുടെ തമാശ കളികൾ. അപ്പോൾ അതിനടുത്ത് ഞാനും ചില സമയത്തൊക്കെ വന്നിരിക്കും, മനസ്സിലായില്ലേ? അത് ഞാൻ എൻജോയ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് മൈ ലൈഫ്. ഇപ്പോൾ 70 എന്ന് പറഞ്ഞാൽ അതൊരു പ്രായമാണ്. ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു ആൽക്കഹോളിക്കിനെ സംബന്ധിച്ചിട്ട് ഐ വിൽ ബി, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ സെപ്റ്റംബറിൽ 70 വയസ്സ് തികയും. അപ്പോൾ ലാസ്റ്റ് റീൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്തങ്ങളൊക്കെ മുഴുവൻ കുട്ടികളും ഭാര്യയുടെ കൈകളിലാണ്. എനിക്ക് കിട്ടുന്ന കുറച്ച് വാടകയുണ്ട്, പിന്നെ അവരും ഒരു നിശ്ചിത എമൗണ്ട് എനിക്ക് തരുന്നുണ്ട്. ഭാര്യയ്ക്കും ഭാര്യയുടേതായിട്ടുള്ള വരുമാനമുണ്ട്. അതാണ് ഗണേശ് പറഞ്ഞ ആ കാര്യത്തിലേക്ക് വീണ്ടും കിടക്കുകയാണ്. ശരിക്ക് അവർക്ക് സംരക്ഷണം കിട്ടുന്ന രൂപത്തിൽ അവർക്ക് എന്തെങ്കിലും ഇല്ലാതെ ഇരുന്നാൽ ആ സെക്യൂരിറ്റി ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് അദ്ദേഹം ചെയ്തത് പറഞ്ഞു, ഞാൻ ഐ സോൾഡ് മൈ ഫ്ലാറ്റ് അറ്റ് ബോംബെ, ദെൻ ഐ പർച്ചേസ് 2 flats in Trichur, one in my name and one in my wife's name. The wife's flat has been given for rent. അപ്പോൾ സ്വന്തം വരുമാനം ഭാര്യയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഷീ ഫീൽ സെക്യൂരിറ്റി. ഞാനും 15 വർഷം മുമ്പ് എൻ്റെ ഭാര്യയുടെ കുറച്ച് പണം കിട്ടിയപ്പോൾ മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ബാക്കി വന്ന കാശിൽ നിന്ന് വൈഫിൻ്റെ പേരിലൊരു വീട് വാങ്ങി. നമ്മളടുത്ത് തന്നെ ഒരു 12 സെൻറ്റ് സ്ഥലം. അന്ന് 17 ലക്ഷമൊക്കെയാണെങ്കിൽ 1.5 കോടി രൂപയ്ക്ക് മതിക്കും. അതിൻ്റെ വരുമാനം ഒരു 3000 രൂപയിൽ നിന്ന് തുടങ്ങി 14 കൊല്ലം കൊണ്ട് നൗ ഷീ ഗെറ്റ്സ് അബൌട്ട് 12,000 rupees per month. അത് അവർക്കുള്ളത് തന്നെയാണ്, അത് അവരുടെ പൈസയാണ്. അത് ചോദിക്കാറില്ല. അല്ലെങ്കിൽ വല്ലതും കടം വാങ്ങിയാൽ തന്നെ അത് തിരിച്ചു കൊടുക്കാനും ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ മെയ്സനോട് ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ ഡെയിലി 50 രൂപ കൊടുക്കും പിന്നെ മത്സ്യത്തിനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്ലീസ് മേക്ക് ഇറ്റ് 100. എന്നിട്ട് ആ 50 എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നിനക്കുള്ളതാണ്. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു അവർക്കത് വലിയ സന്തോഷമായി കേട്ടോ. കാരണം ഈ 30 ദിവസം കൊണ്ട് അവർ 1500 രൂപയുടെ ഉടമയാണ്. ഇതെനിക്ക് എൻ്റെ ഗണേശേർ പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ സ്പോൺസർമാരുണ്ടായാൽ എന്താ പറഞ്ഞ മാതിരി അതും നല്ല നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അത് പറഞ്ഞു തന്ന കുറച്ച് സ്പോൺസർമാർ എനിക്കുണ്ട്. ഇന്നും ഞാൻ അവരെ വിളിക്കാറുണ്ട്, അന്നേരം പറയാറുണ്ട്, എന്തെങ്കിലും പുതിയ മാറ്റേഴ്സ് ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ അവരുടെ ഇടയിൽ ഞാനൊരു ശിശുവാണ്, വളരെ ഇപ്പോഴും ഒരു കുഞ്ഞു ശിശുവാണ്. ആദ്യകാലം മുതൽ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ആത്മീയ തലത്തിൽ ഇപ്പോൾ വീട്ടിൽ സുന്നി വിഭാഗക്കാർ വരാറുണ്ട്, ജമാഅത്ത് വിഭാഗക്കാർ വരാറുണ്ട്, തബ്ലീഗ് പ്രവർത്തകർ വരാറുണ്ട്. അങ്ങനെ ഞങ്ങളിൽ പല വിഭാഗക്കാരുണ്ടെങ്കിലും ഞാൻ അതിലേക്കൊന്നും സജീവമായിട്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു അടിത്തറയുള്ള വിശ്വാസം എൻ്റെ രക്ഷിതാക്കൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, കൂട്ടായ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ കൈപിടിച്ച് കയറ്റിയ എൻ്റെ നല്ലവരായ പഴമക്കാരെ ഓർത്തുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.